കുഞ്ഞുങ്ങളായ പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാറുമില്ല, അവർ വിളിച്ചാൽ പുറത്ത് പോകാറുമില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് എത്ര കാലമായെന്നറിയാമോ? പിന്നാണെങ്കിൽ പിള്ളേരുടെ കാര്യം മാത്രം നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ടൊരു ഫീലിംഗാണ്, ഒന്നും ചെയ്യാത്ത പോലെ. അതേസമയം ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ജോലിയുണ്ട്. എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എങ്ങോട്ടേലും ഇറങ്ങി അങ്ങ് പോകാൻ തോന്നുക. ഇങ്ങനൊന്നും ചിന്തിക്കുന്നത് ഒരു തെറ്റല്ല, നിങ്ങളുടെ മാത്രം ചിന്തയുമല്ല, എല്ലാ അമ്മമാരുടെയും മനസ്സിൽ കൂടെ പോകാറുള്ളൊരു ചിന്തയാണത്. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അമ്മയായിട്ടുള്ള ഈ ജീവിതം ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ഒന്നുമല്ല. അതെന്താണെന്ന് നോക്കാം. അമ്മയാകുക എന്നുള്ളത് എന്തൊരു ഫുൾഫില്ലിങ് ജേണിയല്ലേ. നമുക്ക് പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. അമ്മയായി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഓരോ സ്റ്റെപ്സ് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുക. ജോലിക്ക് പോകുമ്പോൾ പോലും അവരെന്താ ചെയ്യുക നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നതിന് മുന്നേ മനസ്സിലാക്കുക. അമ്മയായി കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു മാറ്റമാണത്. ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം മുന്നേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറാൻ പറ്റുമെന്ന് നമ്മൾ പോലും വിശ്വസിക്കില്ല. അതുപോലെ വലിയൊരു മാറ്റമാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്ന ഒരു മാറ്റം കൂടിയാണത്. പക്ഷേ ആ മാറ്റം വരുമ്പോഴും പലപ്പോഴും നമുക്കത് ഓവർവെൽമിങ് ആവാം. ഓവർവെൽമിങ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിഷ്ടമുള്ള ഒരു കാര്യമായിട്ട് കൂടി അധികമായ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ? നമുക്കിഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ നമ്മൾ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടാണ് കുഞ്ഞുങ്ങളുടെ അമ്മയാവുക എന്ന് പറയുന്നത്. അത് ഒരാളായാലും രണ്ടായാലും നമുക്കത് അത്രയും, നമ്മൾ 24 മണിക്കൂറും ഒരു വിശ്രമമില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയാണ്. കാരണം അവർ ഉറങ്ങുമ്പോൾ പോലും അവരുടേതായ തുണി നനയ്ക്കാനോ അവരുടെ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കാനോ അവരുമായി ബന്ധപ്പെട്ട പല ജോലികളും പിന്നെയും പെൻഡിങ്ങാണ്. നമ്മളൊന്ന് കുളിക്കുന്ന പോലും ചിലപ്പോൾ അവർ ഉറങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ചുറ്റും മാത്രം നമ്മുടെ ലോകം മാറരുത്. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ലോകം നമ്മൾ പണിയരുത്. അതാരും ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, സ്പൗസ് ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യരുത്. നമുക്കൊരു സെറ്റ് ഓഫ് ആൾക്കാർ വേണം എപ്പോഴും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ വേണം നമുക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട്. ഈ പേരൻറ്റിങ് മാത്രം ആവരുത് നമ്മുടെ ജോലി, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാത്രമാവരുത് നമ്മുടെ ജോലി. നമുക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരാണല്ലേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതൊന്നും ചെയ്യാതെ അതിനൊക്കെ നമ്മളൊരു റെസ്റ്റ് കൊടുത്ത് അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞ് ഈ പേരൻറ്റിങ്ങിലേക്ക് മാത്രം വരുമ്പോഴാണ് പ്രശ്നം. പേരൻസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം നമ്മൾ എന്തിനാണ് മറക്കുന്നത്? ഒരു അമ്മയായെന്ന് വെച്ചിട്ട് നമുക്കറിയാം അല്ലേ, അവർക്ക് ചിലപ്പം അവർ ചിലപ്പോൾ മാരീഡ് ആയിരിക്കില്ല, അവർക്ക് കുട്ടികളുണ്ടാവില്ല. പക്ഷേ അവരുടെ വേ ഓഫ് എൻജോയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആവും. അതിൽ നമുക്ക് സിങ്കായി പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ സിങ്ക് ആവുന്നവരെ നമ്മൾ കണ്ടെത്തി നമ്മൾ കൂട്ടുകൂടണം. നമ്മൾ കുഞ്ഞുങ്ങളില്ലാതെ ഇടയ്ക്ക് പുറത്തു പോകണം. വലിയ പാതകമായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോഴും ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് അങ്ങനെ പറയുന്നവർ. അയ്യോ കൊച്ചുങ്ങളെ അവിടെ ഇരുത്തിച്ചതേ രണ്ടും കൂടെ പുറത്ത് പോയേക്കുന്നു എന്നൊക്കെ പറയും. കൊച്ചുങ്ങളെ അവിടെ ഇരുത്തിച്ച് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ പുറത്ത് പോകണം. കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ കാണാനാണ് നമ്മൾ പുറത്ത് പോകണമെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നതാണോ നല്ലത്, കൊച്ചുങ്ങളെ കൊണ്ടുപോകാതിരിക്കുന്നതാണോ നല്ലത്? കൊണ്ടുപോകാതിരിക്കുന്നതാണ് അല്ലേ. അത് മാത്രമല്ല, നമ്മൾ പേരൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മദറും ഫാദറും മാത്രമല്ല, വി ആർ സ്റ്റിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ. അപ്പം ഹസ്ബൻഡും വൈഫിനും കൂടെ ഒരു സമയവും വേണ്ടേ? അങ്ങനെ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് വളരെ ലൈവ്ലി ആയിട്ട് നിർത്താനും ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം നിങ്ങളുടെ ഇടയിൽ നിലനിർത്താനും നിങ്ങൾ ഒരുമിച്ചുള്ള സമയം കൂടെ വേണം. അത് കുഞ്ഞും കൂടെ ചേർന്നുള്ളൊരു സമയം, അത് ഓഫ് കോഴ്സ് ഫാമിലി ടൈമാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ അതങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ മാത്രമുള്ള സമയം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സമയം. അപ്പം നിങ്ങൾ പുറത്ത് പോകണം. കൈക്കുഞ്ഞായിട്ടിരിക്കുമ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ല അല്ലേ. ഒരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കഴിക്കാൻ പറ്റുമോ? ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ പോയി ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണമെന്നേ. ഈ വൈഫ് എന്ന് പറയുന്ന ആൾ മാറ്റർണിറ്റി ലീവിൽ കഴിയുമ്പം പലപ്പോഴും പുറത്തൊക്കെ ഇറങ്ങി ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ജോലി ചെയ്തൊക്കെ ചെയ്തിട്ടുള്ള ആളായിരിക്കും. 6 months മറ്റർണിറ്റി ലീവ് എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പോൾ അതൊരു സൗകര്യമാണല്ലേ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അപ്പം പോലും ഈ 6 months ഈ കുഞ്ഞുങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിയുള്ള ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര മോണോട്ടണസ് ആണ്. ഉറക്കമില്ലാത്ത രാത്രികൾ. ആ ഉറക്കമില്ലാത്ത രാത്രി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ, രാവിലെ തന്നെ എഴുന്നേൽക്കണം, എന്താ കുളിപ്പിക്കാനുള്ള സ്ത്രീ വന്ന് നിൽക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാത്ത ആൾ ഉറക്കപ്പിച്ചിൽ വന്ന് ഈ കുളിപ്പിക്കാനുള്ള സ്ത്രീ തിളച്ചവെള്ളം കോരി ഒഴിക്കുന്നതിന് നമ്മൾ നിന്നു കൊടുക്കണം അല്ലേ. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഉറങ്ങിയില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങും, അപ്പോൾ കൊച്ചു നമ്മുടെ കയ്യിലാവും. റെസ്റ്റ് ഇല്ലാതുള്ള ജീവിതമാണ്. പലയിടത്തും ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഇങ്ങോട്ട് പ്രസവിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞവരെ പിന്നെ ആ വഴിക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ട്രെയിനിങ് ആണ് നമുക്ക്. ഭയങ്കര ഈ ഇമോഷണൽ ജേർണി കൂടെ അല്ലേ പ്രഗ്നൻസി.
അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം വരും. ഞാൻ പണ്ടൊന്നും ഒന്നിനും കരയത്തില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു കാര്യം മതി, എനിക്ക് കരണമെന്നൊന്നും ഇല്ല, ഞാൻ വളരെ പിടിച്ചൊക്കെ നിൽക്കാൻ ശ്രമിക്കും, പക്ഷേ കണ്ണീരിങ്ങനെ ഒഴുകും, നമ്മളെ ചതിച്ച് കണ്ണുനീര് പുറത്തു വരും. ആ ഇമോഷണൽ ജേർണിയുടെ ഒരു ഭാഗമാണിത്. ആ പ്രഗ്നൻസി ടൈമിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ആ സമയത്ത് മാത്രമല്ല തോന്നുന്നു, പിന്നെയും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. എന്തോ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ഒക്കെ ആവും. നമുക്ക് പലപ്പോഴും ദേഷ്യം, മടുപ്പ്, വെറുപ്പ് ഒക്കെ തോന്നും. അതൊന്നും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറഞ്ഞു തരുന്ന പലരും ഉണ്ടാവും, അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്കൊക്കെ ആ ഒരു സ്റ്റേജിൽ കൂടെ പോയിട്ടുള്ള ആളാണ് ഞാൻ നാട്ടിൽ മറ്റർണിറ്റി ലീവായിട്ട് നാട്ടിൽ നിൽക്കുമ്പം ഹസ്ബൻഡ് ദൂരെ തിരുവനന്തപുരത്തായിരുന്നു, ഞാൻ എൻ്റെ നാട്ടിലായിരുന്നു. ഹസ്ബൻഡ് അപ്പം അവധിക്ക് വരുമ്പോൾ ഹസ്ബൻഡ് എന്നെ കൊണ്ട് പുറത്തു പോയിരുന്നു. അയ്യോ എന്തോ ഒരു റിഫ്രഷിംഗ് ആണെന്നറിയോ, ഞാൻ എത്ര പറഞ്ഞാലും ആ നന്ദി എനിക്ക് മാറില്ല. കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിർത്തിയിട്ട് എന്നെ മാത്രം വിളിച്ചുകൊണ്ട് പുറത്തു പോകും. ഒരു ലൈം ജ്യൂസൊക്കെ കുടിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം, എന്തെങ്കിലും ഷോർട്ടായിട്ട് നമ്മൾ കുറച്ച് സമയം പുറത്ത് പോയി സ്പെൻഡ് ചെയ്തിട്ട് വരുമ്പം എത്രത്തോളം റിഫ്രഷ്ഡ് ആവുമെന്നറിയാമോ. ഞാനങ്ങ് ഹാപ്പി ആവും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിന് മുന്നേ ഉണ്ടായിരുന്ന സമയം ഞാൻ അത്രയും ഹാപ്പി അല്ലായിരുന്നെന്ന്. അതിനർത്ഥം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലെന്നാണോ? അല്ല, കുഞ്ഞുണ്ടായിരുന്നതിൻ്റെ ഹാപ്പിനെസ് എനിക്കുണ്ട്. അപ്പോഴും ദെർ വാസ് സംതിങ് മിസ്സിങ്. ആ ഒരു മിസ്സിങ് ലിങ്ക് കണക്ട് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് ഈ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ മിസ് ചെയ്തിരുന്ന പല കാര്യവും നമുക്ക് കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ അത്തരം സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, മം സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെ അമ്മമാർ, എനിക്കിവരെ ആരെ അറിയത്തില്ല, ഞാൻ സംശയമൊക്കെ ചോദിക്കാണ്ടൊക്കെ പലപ്പോഴും അതിനകത്ത് കയറി പലപ്പോഴും ആളോട് ചോദിക്കുന്ന സംശയത്തിന് എൻ്റെ അറിവിൽ ഞാൻ സംശയ നിവാരണമൊക്കെ നടത്തിയിരിക്കുകയായിരുന്നു. അവർ ചിലപ്പം ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കും. അമ്മമാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് കൂടി ഒന്നും ചെയ്യത്തില്ല. ചിലപ്പം ഞാൻ ആദ്യം അവിടെ പോകുമ്പോൾ എനിക്ക് ആ കൂട്ടത്തിലുള്ള ഒരാളെ എനിക്ക് പരിചയമില്ല, ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. പക്ഷേ എന്ത് നന്നായിട്ട് സിങ്ക് കഴിയുമെന്നറിയോ ഞങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു കൂട്ടമായിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുമോ, എപ്പോഴെങ്കിലും മദർഹുഡിൽ നിന്നൊരു ബ്രേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് വേണം. ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു ജോലിയാണ് പേരൻസ് ആകുക എന്ന് പറയുന്നത്, ഫാദർഹുഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലീവ് വേണം. ഞാൻ ചിലപ്പം ഒരു യാത്രയൊക്കെ പോകാറുണ്ട്, ഹസ്ബൻഡെയോ കുട്ടികളെയോ ഒന്നും കൂട്ടാതെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഇതുപോലത്തെ മാരീഡ് കുട്ടികളൊക്കെ ഉള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ദിവസം ഷോർട്ട് സ്റ്റേക്കൊക്കെ പോവും. ഹസ്ബൻഡും പോകാറുണ്ട് അങ്ങനെ, ചിലപ്പോൾ ആതിരപ്പള്ളി വരെയോ അങ്ങനെയൊക്കെ ചെറുതായിട്ട് പോയിട്ട് വരും. അപ്പോൾ അതൊരു ബ്രേക്കാണല്ലേ, നമ്മുടെ റുട്ടീനിൽ നിന്നൊരു ബ്രേക്കാണ്. നമ്മൾ കുട്ടികളെയും കൊണ്ട് യാത്ര പോകുമ്പോൾ എന്താ പറ്റുക, നമ്മൾ വീട്ടിൽ വെച്ച് നോക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് വെച്ച് നോക്കണം. ആ പേരൻറ്ഹുഡ് അങ്ങനെ തന്നെ നിൽക്കുക അല്ലേ. അവർക്ക് രാവിലെ എഴുന്നേൽപ്പിക്കണം, അവരെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കുന്ന ഒരു ടാസ്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടാസ്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു, എല്ലാം രാത്രി ഉറങ്ങുന്നതും വരെ ടാസ്കുകളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ അവരെയും കൊണ്ട് പോകുന്ന യാത്ര അവർക്ക് എൻജോയബിളാണ്, നമുക്കും ഒരു പരിധിവരെ എൻജോയബിൾ ആണെങ്കിലും നമുക്ക് വേണ്ട ബ്രേക്ക് അല്ലെങ്കിൽ റെസ്റ്റ് കിട്ടുന്നില്ല. ഈ മീ ടൈം വേണമെന്ന് പറയുന്നത് ഒരു തെറ്റേ അല്ലെന്നേ. മീ ടൈം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ചുമ്മാ ഇരിക്കണ്ടേ, ചുമ്മാ ആ ഫോണിലെ റീൽസൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടേ. നമ്മൾ കുഞ്ഞുങ്ങളുണ്ടെന്നും പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കും പലപ്പോഴും. ഫോൺ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പിള്ളേർ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ വന്നിരിക്കത്തില്ലേ. പക്ഷെ നമുക്കും ഒരു കുറച്ച് സമയം എന്തെങ്കിലും വേറെ നമ്മൾ റിലാക്സ് ആക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. ഒരു മീ ടൈം, ആ ഒരു സമയത്ത് കിട്ടുന്ന റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വല്ലാതെ മൂടി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ മൂടിയായിട്ടുള്ള നമ്മുടെ മൂഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആരോടാണ്? ഈ കുട്ടികളോട് തന്നെയാണ് അല്ലേ. അവർ പലതും ചെയ്യുമ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മൂടിയായിട്ടുള്ള മൂഡ് കൊണ്ടാണ്. നമ്മൾ അത്രയും നമ്മുടെ ടെൻഷനും നമ്മുടെ നമുക്കെന്തോ ഫുൾഫില്ലിങ് അല്ലാതിരിക്കുന്നത് കൊണ്ടാണ്, നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇങ്ങനൊരു യാത്രയോ പുറത്തൊന്ന് വേറൊരാളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, നല്ലോണം നമ്മൾ റിഫ്രഷ്ഡ് ആവും. ആ റിഫ്രഷ്ഡ് ആയിട്ട് നമ്മൾ പെരുമാറി നോക്കും, നമുക്ക് ആ പഴയ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മീ ടൈം ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എടുക്കുക തന്നെ വേണം. അതൊരു പാതകമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. പണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. പിള്ളേരില്ലാത്തതുകൊണ്ട് പിള്ളേരുണ്ടായ പിന്നെ നമ്മളെങ്ങും പോയിട്ടില്ല, നമ്മൾ ഇതിന് കീഴെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കത് പോയി. അതുകൊണ്ട് അവർക്ക് ആ ഒരു അവസരം നഷ്ടമായി എന്ന് വിചാരിച്ചാൽ മതി. അത് ഐഡിയലായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നമുക്ക് അവരെ എത്രത്തോളം ഇഷ്ടമാണോ അത്രയും ഇഷ്ടത്തോടു കൂടി അവരോട് പെരുമാറണമെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിരിക്കണം അല്ലേ. ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാദറിനോ മദറിനോ മാത്രമേ ഒരു ഹാപ്പി പേരൻറ്റോ അല്ലെങ്കിൽ ഹാപ്പി മദറോ ഫാദറോ ഒക്കെ ആയിട്ട് പിള്ളേരോട് പെരുമാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, മുഷേട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട്
ഒന്നും വിചാരിക്കേണ്ട, ഒന്നും ആലോചിക്കേണ്ട. ആരാണ് ഓൾട്ടർനേറ്റ് കെയർ ഗിവർ ഉള്ളതെന്ന് വെച്ചാൽ അവരെ ഒന്ന് ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ക്വിക്കായിട്ട് ഹസ്ബൻഡും വൈഫായിട്ട് വേണേൽ പോയി ഒരു സിനിമ കണ്ടിട്ട് വരൂ, അല്ലെങ്കിൽ ഒരു ലൈൻ കുടിച്ചിട്ട് വരൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ, ഹസ്ബൻഡ് ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പോയി ഈ ഹസ്ബൻഡിൽ നിന്നും വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ വൈഫിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരൂ. പഴയ ആളായിരിക്കുകയല്ല നിങ്ങൾ.